പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിലും ചിന്തയ്ക്കാധാരമായി സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 34-ാം വചനം നമുക്ക് വായിക്കാം. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. അവൻ നമ്മുടെ ദൈവം കൃപ നൽകുന്ന ദൈവമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് കൃപ നൽകുന്നു. അർഹിക്കാത്ത സ്ഥാനത്ത് നമുക്കത് ലഭിക്കുന്ന ദാനമാണ് കൃപ. കർത്താവ് എളിയവർക്ക്, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. എന്നാൽ പരിഹാസികളെ ദൈവം പരിഹസിക്കുന്നു. ദൈവം പരിഹസിക്കുമോ? നിശ്ചയമായി. പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അപ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്നവരെ, ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നവരെ ദൈവവും മാനിക്കും. അവരിലൂടെ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തുമെങ്കിൽ ദൈവത്തെ പരിഹസിക്കുന്നവരെ ദൈവം പരിഹസിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പരിഹസിക്കുന്നു എന്ന് നാം പറയുമ്പോൾ തന്നെ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വചനത്തിൽ നാം എങ്ങനെ വായിക്കുന്നു? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് സ്തോത്രം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വ്യാപരിക്കുന്നു എന്നർത്ഥം. നമ്മിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മിൽ അധികമായി പകരപ്പെട്ടത്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ചവരല്ല എങ്കിൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ പോലും അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു, ദൈവാത്മാവിനാൽ അവർ സംസാരിക്കുന്നു, നടക്കുന്നു. സ്തോത്രം. എന്നാൽ അഭിഷേകം പ്രാപിച്ചവരെന്ന് അവകാശപ്പെടുന്നു, അന്യഭാഷ അടയാളങ്ങളോട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ വചനത്തിൽ പറയുന്നത് പോലെ ദൈവസ്നേഹം ഹൃദയങ്ങളിൽ പകരപ്പെട്ടിട്ടില്ല. മറിച്ച് ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അഹങ്കാരവും നിഗളവും ഉന്നത ഭാവത്തോടുകൂടി നാം പ്രവർത്തിക്കുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് പരിഹസിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. എന്നാൽ യഥാർത്ഥമായൊരു അഭിഷേകം, യഥാർത്ഥമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിശ്ചയമായി ഒന്നാമത് നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുന്നത് ദൈവത്തിൻ്റെ ആഴമായ സ്നേഹമാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹം നാം വെളിപ്പെടുത്തുന്നവരായി മാറണം. ചിലപ്പോൾ നാം നല്ല പൊസിഷനിലിരിക്കുന്നവരായിരിക്കാം, നാം നല്ല കുടുംബത്തിൽ നിന്നുള്ളവരായിരിക്കാം, നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഒരു സ്തോത്രം 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 നല്ലൊരു പദവിയിലുള്ളവരായിരിക്കാം എന്ന് പറഞ്ഞ് നാം അവിടെ അഹങ്കരിക്കുവാൻ പാടില്ല. നമുക്ക് ദൈവം നാരം നൽകിയിരിക്കുന്ന ശുശ്രൂഷയിലോ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന യാതൊരു നന്മയിലോ യാതൊരു അഹങ്കാരമോ നിഗളമോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ പാടില്ല. വേദപുസ്തകം ഉടനീളം നാം നോക്കുമ്പോൾ ആർക്കാണോ ആ ഒരു ഉന്നതഭാവം അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് അവർക്ക് മാത്രമേ എപ്പോഴും മറ്റുള്ളവരെ പുച്ഛമായിട്ട് തോന്നുകയും പരിഹസിക്കുവാനും കഴിയുകയുള്ളൂ. സ്തോത്രം. നമുക്കറിയാം ഫറവോൻ്റെയും മോശയുടെയും ചരിത്രം. സ്തോത്രം. പലപ്പോഴും ഫറവോൻ തൻ്റെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം മോശയുടെ വാക്കുകൾ അനുസരിക്കുന്നു, അപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നു. എന്നാൽ വീണ്ടും സ്തോത്രം താൻ പരിഹാസത്തോടെ ഫറവോൻ ഇടപെടുന്നു. ഫറവോൻ്റെ ജീവിതത്തിൽ അവസാനമായി സംഭവിച്ച് നമുക്കറിയാം. എന്നാൽ താഴ്മയോട് നടന്ന മോശയെ കർത്താവ് ഇത്രയും ജനത്തെ നടത്തുന്ന ഒരിടയനാക്കി ദൈവം മാറ്റി തീർത്തു. സ്തോത്രം. മോശയെപ്പോലെ ഒരു പ്രവാചകൻ എന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദാവീദിൻ്റെയും ശൗലിൻ്റെയും കാര്യം നമുക്കറിയാം. ശൗൽ അധികമായി സ്തോത്രം സ്തോത്രം ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ ആലോചനയെ പരിഹസിച്ചുകൊണ്ട് അതനുസരിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ ശൗലിൻ്റെ അവസാനം എന്തായിത്തീർന്നു? എന്നാൽ ദാവീദോ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി താഴ്മയോടുകൂടെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആലോചന കേട്ട് നടന്നതുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ
പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ പരീശന്മാർ, ശാസ്ത്രിമാർ, ആമേൻ സ്തോത്രം, ഇവരൊക്കെ എപ്പോഴും യേശുവിനെ പരിഹസിക്കുന്നവരായിരുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയെ, യേശുവിൻ്റെ പശ്ചാത്തലത്തെയൊക്കെ പരിഹസിക്കുന്നവരായിരുന്നു. എന്നാൽ അവരുടെ അവസാനം എന്തായി തീർന്നു? എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാ നാമത്തിൻ്റെ മേലായ നാമം പിതാവിനാൽ നൽകപ്പെട്ട് ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് സദാ ജീവിക്കുന്നവനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിഹാസികൾ എങ്ങും നിലനിന്നിട്ടില്ല. സ്തോത്ര. പരിഹാസികൾ വരണ്ട നിലത്ത് പാർക്കും. പരിഹാസികളുടെ ബന്ധനം മുറുകുമെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് ഇവിടെ നാം വായിച്ചു, പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു. നാം നമ്മേക്കാൾ ചെറിയവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നാം ശ്രേഷ്ഠരെന്നെണ്ണാതെ നാം പരിഹസിക്കുമ്പോൾ ഒരു കാര്യം നാം സ്തോത്രം ചിന്തിക്കണം. നാം മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ ദൈവം നമ്മെ പരിഹസിക്കുവാൻ ഇടം നാം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരിക്കലും സ്തോത്രം സ്തോത്രം നാം ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തിൻ്റെ ആലോചന കേൾക്കുമ്പോൾ പുച്ഛമായിട്ട് തോന്നുന്നുണ്ട്. അത് ആരിലൂടെ ആയിരുന്നാലും, ഒരു കുഞ്ഞിലൂടെ ആയിരുന്നാലും, നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ആയിരുന്നാലും, ഒരു ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനം, ദൈവ ആലോചന, ദൈവിക അരുളപ്പാടുകൾ, ദൂതുകൾ കേൾക്കുമ്പോൾ ദൈവമാണ് അവരിൽ പകർന്നിട്ട് ദൈവാത്മാവിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യരെ നോക്കി നിങ്ങളത് പരിഹസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മനുഷ്യരെയല്ല ദൈവത്തെ പരിഹസിച്ചത്. അങ്ങനെയുള്ളവരെ ദൈവം പരിഹസിക്കുമെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അടുത്ത ഭാഗം, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. എളിയവരെന്ന് പറയുമ്പോൾ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ഒരിക്കലും ദാവീദ് അവൻ എളിയവനല്ല, ദരിദ്രനല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദാവീദ് തൻ്റെ ആത്മാവിൽ തൻ്റെ ആ ഒരു മനോഭാവത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. തൻ്റെ ഒരു താഴ്മയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ ദുഃഖം എടുത്തുകൊണ്ട് എന്നോട് പഠിപ്പിൻ. യേശു അധികാരമുള്ളവനായി തന്നെ സ്തോത്രം സ്തോത്രം ഈ ഭൂമിയിലായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ യേശു സൗമ്യതയും താഴ്മയുള്ളവനായിരുന്നു. എത്രമാത്രം യേശു തന്നെ താൻ താഴ്ത്തിയോ അത്രമാത്രം പിതാവായ ദൈവം യേശുവിനെ എല്ലാറ്റിനും മേലായി ഉയർത്തിയെങ്കിൽ നാമും ആത്മാവിൽ എളിയവരായി നമ്മെ എത്രത്തോളം കർത്താവ് ആത്മീകമായും ശാരീരികമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും വിദ്യാഭ്യാസപരമായി ബിസിനസ് പരമായി എല്ലാ നിലകളിലും നമ്മെ ഉയർത്തുന്നുവോ അത്രമാത്രം നാം മറ്റുള്ളവരെ പരിഹസിക്കാതെ, പുച്ഛമായി കാണാതെ, നെഗളിക്കാതെ ദൈവസന്നിധിയിൽ നാം താഴുമെങ്കിൽ, എളിയവനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് ഇനിയും നമ്മുടെ മേൽ ധാരാളം കൃപ പകരുന്ന ദൈവമാണ്. കർത്താവ് ഓരോ നാളും കൃപ നൽകി ഇനിയും നമ്മെ ജയത്തോടെ നടത്തുവാനിടയായിത്തീരും. ഈ വചനപ്രകാരം നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റെടുക്കാം. പരിഹസിക്കുന്നവരെ ദൈവം പരിഹസിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ദൈവം നമ്മെ പരിഹസിക്കുവാൻ നാം ഇടം കൊടുക്കാതെ വണ്ണം ദൈവഭക്തിയോടെ താഴ്മയോടെ ജീവിച്ച് ആ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ ദൈവകരങ്ങളെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളിൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ, വചനം കർത്താവ് ഓരോ നാളും ഞങ്ങൾ വചനം കേട്ട്, വചനം ധ്യാനിച്ച്, വചനം പ്രമാണിച്ച് ജീവിക്കേണ്ടവരാണല്ലോ കർത്താവേ. ഇത് അങ്ങയുടെ വായിൽ നിന്ന് വന്ന വാക്കാണല്ലോ, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനമാണല്ലോ ഞങ്ങളിപ്പോൾ ധ്യാനിച്ചത്. അതേ നാഥ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ എപ്പോഴും കർത്താവെ അങ്ങേ ഭയപ്പെട്ട ഭക്തിയോട് തന്നെ യേശുവെ താഴ്മയോടും സൗമ്യതയോടും കർത്താവ് എളിയ മനോഭാവത്തോടു കൂടി ആയിരുന്നു ധാരാളം ഇനി അങ്ങയുടെ കൃപ പ്രാപിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ ഭൂമിയിൽ ദൈവസ്നേഹം വെളിപ്പെടുത്തി കർത്താവിങ്ങളുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും അങ്ങ് ഞങ്ങളെ പരിഹസിക്കുവാനുള്ള ഇടം ഞങ്ങൾ വരുത്താതെ വണ്ണം അപാദൈവ ഭയത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ പ്രഭാതത്തിൽ അതിനായി ഞങ്ങളെല്ലാവരും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങ് ധാരാളം കൃപ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.